ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനത്തെ അധ്യായം 21 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 20 അധ്യായത്തിൽ ബെഞ്ചമിൻ ഗോത്രത്തോട് മറ്റ് ഗോത്രങ്ങൾ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതായ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇരുഭാഗത്തും ആൾനാശം കണ്ടമാനമുണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രം തീരെ ഇല്ലാതെ പോകുന്നത് കണ്ടപ്പോൾ മറ്റു ഗോത്രങ്ങളെല്ലാം കൂടി അവരെ നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ പിതാക്കന്മാരിൽ 12 ഗോത്രങ്ങളിൽ ഒന്നാണ് ബെഞ്ചമിൻ ഗോത്രം. അവരുടെ ഭാഗത്തു നിന്ന് കുറവുകളും വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആ ഗോത്രത്തെ ഇല്ലാതാക്കുന്നത് ശരിയല്ല. യുദ്ധത്തിൽ അവിടെയുള്ള മിക്കവാറും പുരുഷന്മാരെയൊക്കെ നമ്മൾ കൊന്നു. എന്നാൽ അവിടെ ബാക്കി ചില പുരുഷന്മാർ ശേഷിക്കുന്നുണ്ട്. പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ കൊന്നതുകൊണ്ട് അവർക്ക് ഭാര്യമാരില്ലാതായിരിക്കുകയാണ്. ഭാര്യമാരില്ലാതിരുന്നാൽ അടുത്ത തലമുറ ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രം മറ്റു പോകാതിരിക്കാൻ വേണ്ടി മറ്റു ഗോത്രക്കാരെല്ലാം കൂടി ആലോചിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ബെന്യാമീനുമായിട്ടുള്ള ആ യുദ്ധത്തിൽ, ആ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നവരുടെ അവരെയൊക്കെ അവർ കൊന്നു. അതിലുണ്ടായിരുന്ന കന്യകമാരെ അവർ കൊല്ലാതെ വെച്ചിരുന്നു. അവരെല്ലാം ഈ ബെന്യാമീനർക്ക് കൊടുക്കുവാൻ ഇവർ തയ്യാറാവുകയാണ്. അതുകൊണ്ട് തികയാതെ വന്നപ്പോൾ നമ്മൾ വായിക്കുന്നു, ശീലോവിൽ നൃത്തം ചെയ്യാൻ വന്ന കന്യകമാരെയും ബലമായി നിങ്ങൾ പിടിച്ചുകൊണ്ട് ഭാര്യമാരാക്കുവിൻ എന്ന് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ബെന്യാമീനർ നീതിയില്ലാത്തതാണ് ചെയ്തത്. ഒരു ലേവ്യൻ്റെ വെപ്പാട്ടിയെ അവർ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നതിൻ്റെ പേരിലാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാപമാണ്, വലിയ തിന്മയാണ്. തിന്മ സമൂഹത്തിൽ നിലനിൽക്കാൻ പാടില്ല. അത് നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ തിന്മ ചെയ്തവനെ ബെന്യാമിൻ ഗോത്രക്കാർ അനുകൂലിച്ചത് കൊണ്ടാണ് അവരോട് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ തോൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നാലും അവർ ആത്യന്തികമായി നശിച്ചു പോകുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഈ തീരുമാനം അവരെടുത്തത് ബഥേലിൽ വെച്ചാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപാകെ. ഇവരുടെ കന്യകമാരെ അവർക്ക് നൽകുകയില്ല എന്ന് അവർ നേരത്തെ ശപഥം ചെയ്തു പോയി. ശപഥം ഇനി അവർക്ക് തെറ്റിക്കാനാവില്ല. അതുകൊണ്ടാണ് മറ്റു ക്രമീകരണങ്ങൾ അവർ ചെയ്യുന്നത്. ദൈവസ്ഥലത്തിൽ ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിൽ വരുമ്പോഴാണ് ശത്രുവിനെക്കുറിച്ച് പോലും ചിന്തിക്കുവാനും അവനെ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. ബലിപീഠത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ശത്രു സംഹാരം മാത്രമായിരിക്കും മനസ്സിലുണ്ടാവുക. ബലിപീഠത്തോട് അടുത്ത് വരുമ്പോൾ ശത്രു സംഹാരത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ആരാധനയിലാണ് അവനോടുള്ള സ്നേഹവും കരുതലും. അവനും ജീവിക്കേണ്ടവനാണ്, അവനെ കരുതണമെന്നുള്ള ബോധ്യമൊക്കെ നമുക്കുണ്ടാകുന്നത് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ്. ഈ തീരുമാനം അവരെടുക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ളൊരു കാര്യം നമുക്ക് കാണാം. കർത്താവ് പാപികളെയാണ് സ്നേഹിച്ച് അവരെ തള്ളുകയല്ല ചെയ്തത്. കർത്താവ് പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. നമ്മളോ പാപത്തെ സ്നേഹിക്കുകയും പാപിയെ വെറുക്കുകയും ചെയ്യുന്നു. കർത്താവ് ചെയ്തതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാപത്തെ നമ്മൾ വെറുക്കണം, പക്ഷേ പാപിയെ തള്ളാൻ പാടില്ല. ഒരു കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന നീതിമാന്മാരെയല്ല പാപികളെ വിളിപ്പാനാണെന്ന് കർത്താവ് പറഞ്ഞതും നമ്മൾ ഓർക്കുക. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ, ആ ക്രൂശിൽ നടത്തിയ 7 മൊഴികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് തന്നെ ക്രൂശിച്ചവരെ നോക്കി കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ലോകചരിത്രത്തിൽ ഇന്നേ ദിവസം വരെ മറ്റൊരാളും അപ്രകാരം പ്രാർത്ഥിച്ചില്ല. ക്രൂശിക്കുന്നവരെ നോക്കി അവരോട് ക്ഷമിക്കണമേ
അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് സാക്ഷാൽ ദൈവപുത്രൻ ഹൃദയത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ അപ്രകാരമുള്ളൊരു മനോഭാവം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, സദാധിപൻ ഒരു സാക്ഷ്യം പറഞ്ഞു, ഇവന് സാക്ഷാൽ ദൈവപുത്രൻ. അതുവരെ അത് ആ വഴി പോയവരൊക്കെ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞത്, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ക്രൂശിക്കപ്പെട്ടവനിൽ കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടവരിൽ ഒരുവനും പറഞ്ഞതു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി നിന്നെ രക്ഷിച്ച് ഞങ്ങളെ കൂടെ രക്ഷിക്കുക എന്നാണ്. പക്ഷേ കർത്താവ് ക്രൂശിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി വന്നില്ല. അവൻ ക്രൂശിൽ മരിച്ചു. ആ മരണം കണ്ടപ്പോഴാണ് സദാധിപൻ പറഞ്ഞത് ഈ സാക്ഷ്യം. 100 കണക്കിന് ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ചവനായിരിക്കണം ഈ സദാധിപൻ. എത്രയോ പേരുടെ മരണം ഇദ്ദേഹം കണ്ടു. യേശുവിൻ്റെ മരണം കണ്ടപ്പോൾ മാത്രം ഈ മനുഷ്യന് പറയാൻ സാധിച്ച എന്താണ്? എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനയായിരിക്കണം. തന്നെ ക്രൂശിച്ചവരെ നോക്കി പ്രാർത്ഥിക്കുവാൻ സാധിക്കണമെങ്കിൽ സാധാരണ മനുഷ്യന് സാധിക്കുകയില്ല, ദൈവപുത്രന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവപുത്രന്മാരും ദൈവപുത്രിമാരും ആകുന്നത് ഇപ്രകാരമുള്ള മനോഭാവം നമ്മളുണ്ടാകുമ്പോഴാണ്. അല്ലാതെ പള്ളിയിൽ പേരുള്ളത് കൊണ്ടോ ഇടവക രജിസ്റ്ററിൽ പേര് ചേർത്തത് കൊണ്ടോ മാമോദീസ മുങ്ങിയത് കൊണ്ടോ കുർബാന അനുഭവിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ഈ പേരിന് യോഗ്യരാവുകയില്ല. ഇപ്രകാരമുള്ള മനോഭാവം, ശത്രുസ്നേഹം നമ്മിലുണ്ടാകുമ്പോൾ, ഒരാൾ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കണം, ശാസിക്കുകയൊക്കെ ചെയ്യാം. അത് ഇവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായി നശിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു മനോഭാവത്തിലേക്ക് വരുവാൻ നമ്മുടെ ഈ വർഷത്തെ നോമ്പും പ്രാർത്ഥനകളൊക്കെ നമ്മെ സഹായിക്കട്ടെ. നോമ്പിലെ പ്രാർത്ഥനകളൊക്കെയും ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥന ആണല്ലോ. ഇനി അതിൻ്റെ അവസാനം 25-ാം വാക്യത്തിൽ വായിക്കുന്നത്, രാജവാഴ്ച സ്ഥാപിതമാകുന്നതിന് മുമ്പ് ക്രമീകൃതമായ ഒരു സംവിധാനമില്ലാത്തതിനുള്ള അരാജകത്വമാണ് നമ്മുടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് കാണുന്നത്. ഓരോരുവനും അവനവന് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അത് സഭയിലായാലും സമൂഹത്തിലായാലും ആ സഭയും സമൂഹത്തെയും സ്നേഹിക്കുന്ന നേതൃത്വം, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് ദൈവഗീത പ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത്. അപ്രകാരമുള്ള അനുഭവം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെല്ലാവരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം ഇന്നിവിടെ അവസാനിക്കുന്നു. നാളെ മുതൽ രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഇതിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരും ക്രമമായി വേദപുസ്തകം വായിക്കാൻ മറ്റുള്ളവരെ കൂടി നിങ്ങൾ പ്രേരിപ്പിക്കണം എന്ന കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.